ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ UDF അല്ലെങ്കിൽ LDF ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രബല മുന്നണികൾ. ഇപ്പോൾ NDA മൂന്നാമതൊരു മുന്നണിയായിട്ട് വന്നു. എന്തുകൊണ്ട് BDJS ഈ UDFലോ LDFലോ ഒരു ഘടകകക്ഷിയാകാൻ ശ്രമിച്ചില്ല? അല്ല, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നട്ടലോടുകൂടെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അത് NDAയിൽ ശക്തമായി ഞങ്ങൾ നിൽക്കും. ആ നിന്ന് ഈ വരാൻ വേണ്ടി പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ എന്താണ് NDAയുടെ ശക്തി എന്നുള്ളത് കേരളത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. ഇതിപ്പം ഇപ്പോൾ LDFനും UDFനും മാത്രം തീരെഴുതി കൊടുത്തിട്ടുള്ള ഒന്നും അല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. ഒരു പക്ഷേ UDFനോടൊപ്പം നിന്നിരുന്നെങ്കിൽ അല്ല അവരതിന് തയ്യാറായോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം, കുറേ കൂടെ ഒരു MLA മാരൊക്കെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് വരില്ലായിരുന്നു. അങ്ങനെ ഒറ്റടിക്ക് കയറി MLA ആകാനും മന്ത്രിയാകാനും അല്ലല്ലോ ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി. ഞങ്ങളുടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ വ്യക്തമായി നിൽക്കും. മാത്രമല്ല ഇപ്പോൾ UDFും LDFും ഞങ്ങളെ വിളിച്ചത് നിങ്ങൾ കണ്ടതാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം വോട്ടുണ്ട് എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിന്ന് ഞങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ഫേസ് ചെയ്ത് എന്താണ് NDAയുടെ ശക്തി എന്നുള്ളത് ഞങ്ങൾ പ്രൂവ് ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ശാശ്വതമായ ശത്രുവോ മിത്രമോ ഇല്ല. ഇപ്പോൾ NDAയോടൊപ്പം ഉള്ളതെന്നുള്ള നിലപാട് വേണേൽ നാളെ മാറി വരാമല്ലോ. അല്ല, രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ശത്രുവും മിത്രവും ഇല്ലല്ലോ. അത് നാളുകളിൽ ഏത് തീരുമാനങ്ങളും മാറാം. ഇത് ഈ പറയുന്ന ഇവിടെ തന്നെ നിൽക്കൂ എന്നാലും ഞങ്ങളാരും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നിൽക്കുന്നിടത്ത് കൃത്യമായി ഉറച്ചു നിന്ന് എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണ്. അത് ഞങ്ങൾ ചെയ്യും.